നമസ്കാരം. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ കൂടുതൽ പ്രതികരണവുമായി ലോറി ഉടമ മനാഫ് വാർത്താ സമ്മേളനം നടത്തിയാണ് മനാഫ് തന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. താൻ ഒരു തരത്തിലും മുതലെടുപ്പിന് ശ്രമിച്ചിട്ടില്ലെന്നാണ് മനാഫ് ഇന്നും വ്യക്തമാക്കിയത്. അർജുന്റെ കുടുംബത്തോടൊപ്പമാണ് താനും കുടുംബവും. അവരോട് മാപ്പ് ചോദിക്കുകയാണ്. അർജുനെ കാണാതായ സ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത് സാധിച്ചുവെന്നും ചിതയടങ്ങും മുൻപ് വിവാദം പാടില്ലെന്നും മനാഫ് പറഞ്ഞു. ആരോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല. ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട സ്ഥിതി ഇപ്പോഴില്ല. ഏത് നിയമ നടപടിയും സ്വാഗതം ചെയ്യുന്നുവെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ കുടുംബത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മാധ്യമങ്ങൾ ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നത് കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ചെളി വാരി എറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാക്കരുതെന്നാണ് പറയാനുള്ളതെന്നും മനാഫ് പറഞ്ഞു. അതിനിടെ RC ഉടമ താനാണെന്നും ബിസിനസ് ചെയ്യുന്നത് തങ്ങൾ ഒരുമിച്ചാണെന്നും മനാഫിന്റെ സഹോദരൻ മുബീനും പറഞ്ഞു. ഇതിനിടെ യൂട്യൂബ് ചാനലിൽ നിന്ന് അർജുൻ്റെ ഫോട്ടോ മനാഫ് മാറ്റിയിരുന്നു. കുടുംബം ഇക്കാര്യത്തിൽ പരിഭവം പറഞ്ഞതിനാലാണ് മാറ്റിയതെന്നാണ് മനാഫിൻ്റെ പ്രതികരണം. കുടുംബത്തിന് വിഷമമൊന്നും ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ലോറി ഉടമ മനാഫ് എന്നതായിരുന്നു എൻ്റെ മേൽവിലാസം. അത് തന്നെ യൂട്യൂബ് ചാനലിനും പേരിട്ടു. അർജുനെ കിട്ടിയ ശേഷം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ടില്ല. ആദ്യം അതിൽ 10,000 സബ്സ്ക്രൈബർമാരാണ് ഉണ്ടായിരുന്നത്. മിഷൻ പൂർത്തിയായാൽ ചാനൽ ഉപയോഗിക്കില്ല എന്നതായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ ഇപ്പോൾ അതിൽ 2.5 ലക്ഷം സബ്സ്ക്രൈബർമാരായിട്ടുണ്ട്. അർജുൻ്റെ കുടുംബം പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ സംഭവിച്ചത്. താൻ ഇന്നൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചിലർ തനിക്ക് പണം തരാൻ സമീപിച്ചു. അത് അർജുൻ്റെ മകനായി നൽകാൻ നിർദ്ദേശിച്ചു. അർജുൻ്റെ മകന് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കുടുംബത്തോട് ചോദിച്ചിരുന്നു. അതൊരിക്കലും ദുരുദ്ദേശത്തോടെ അല്ലെന്നും മനാഫ് പറഞ്ഞു. കുടുംബത്തിന് ദുഃഖമുണ്ടായെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞു. അതേസമയം മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുത്തനെ ഉയർന്നിരുന്നു. ഇന്നലെ 10,000 സബ്സ്ക്രൈബർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലേക്ക് സബ്സ്ക്രൈബർമാർ എത്തിയിരിക്കുകയാണ്. അർജുന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരമെല്ലാം ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മനാഫ് പങ്കുവച്ചിരുന്നത്. മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായി. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അർജുൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ മനാഫ് നിഷേധിക്കുകയും ചെയ്തു. വിവാദങ്ങൾക്കിടെ ഇന്ന് മുക്കത്ത് സ്വീകരണ പരിപാടിയിലും മനാഫ് പങ്കെടുത്തു. കുടുംബത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു, യൂട്യൂബ് ചാനലിലൂടെ വൈകാരികത ചൂഷണം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അർജുൻ്റെ കുടുംബം ഉന്നയിച്ചത്. എന്നാൽ തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായത്. ഇതിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മനാഫ് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും സൈബർ ആക്രമണം നേരിടുന്നതായി അർജുൻ്റെ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബം വിവരങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നാണ് മനാഫിൻ്റെ പ്രതികരണം. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വീകരിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചിരുന്നു. എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം, കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. ജിതിനെതിരെയും രൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചിലരുടെ പ്രചാരണം. അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാറാണെന്നും അർജുൻ്റെ കുടുംബം ഇക്കാര്യം തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട്. 13 ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നുമായിരുന്നു മനാഫ് നേരത്തെയും വിശദീകരിച്ചത്.